ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ രാത്രിയും കഴിഞ്ഞ പകലും ഇന്ന് ഈ വൈകിയവേളയിലും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ സഭയിലേക്ക് കടന്നു വന്ന് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിരിക്കാൻ എനിക്കിങ്ങനെ ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നതിനൊപ്പം തന്നെ കർത്തദാസനോടും സഭയിലെല്ലാ ഉത്തരവാദിത്തപ്പെട്ടവരോടും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് തുടർന്നും നടത്തട്ടെ, ആദരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ സെഷൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ പട്ടണത്തിൽ ആരാധിപ്പാനായിട്ട് സ്വന്തമായ ഒരു ആരാധനാലയം തന്ന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗാഡ്. ഈ സഭയെ മേൽക്കുമേൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യാദികളിലും ദൈവത്തിൻ്റെ അത്ഭുതകരം കൂടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗാഡ്. ഇന്ന് അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഫോർ അവർ ഷോർട്ട് മെഡിറ്റേഷൻ ഷാൾ വി ടേൺ ടു ദ ബുക്ക് ഓഫ് ഗോസ്പൽ അക്കോർഡിംഗ് ടു John chapter 1 verses 43 to 46. Yes. സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിച്ച, എന്നെ ഒത്തിരി ആഴമായി സ്പർശിച്ച പുതിയ നിയമത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. അതിൽ വി ആർ ഗോയിങ് ടു മെഡിറ്റേറ്റ് ഓൺ വേഴ്സ് 46 ഫോർ ടുനൈറ്റ്. അല്പസമയം നമ്മൾ 46-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എങ്കിലും അറ്റ് ദി ഔട്ട്സെറ്റ് ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് യു ടു സം ഓഫ് ദീസ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദീസ് പാസേജ്. ഇവിടെ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭ സമയമാണ്. തിരുവെഴുത്ത് പറയുന്നത് യോഹന്നാൻ യേശു കർത്താവിനെ പരസ്യമായിട്ട് 2 പ്രാവശ്യം പരിചയപ്പെടുത്തുന്ന രംഗങ്ങൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അതുകൂടാതെ കർത്താവിനെ കുറിച്ച് ആഴമായി യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന കാര്യങ്ങളും കാണുന്നുണ്ട്. ആദ്യം നമ്മൾ കാണുന്നത് യോഹന്നാൻ യേശു കർത്താവിൻ്റെ വരവിനെ, തൻ്റെ അടുക്കിലേക്ക് സ്നാനപ്പെടാനുള്ള കർത്താവിൻ്റെ വരവിനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയാണ്. തൻ്റെ പേര് യോഹന്നാൻ സ്നാപകൻ എന്ന് വന്നത് പിന്നീട് യേശുവിനെ സ്നാനപ്പെടുത്തിയത് കൊണ്ടാണ്. So as Jesus was walking towards John the Baptist to be baptized, he was not yet become Baptist, John the Baptist. However, he was named as John the Baptist after baptizing Jesus. And the Bible says, as he saw Jesus was coming towards to John, and he spoke out with a loud voice, "Behold the Lamb of God who takes away the sin of the whole world." നോക്കി കണ്ടാലും സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യേശു കർത്താവിനെ പരസ്യമായി പ്രഖ്യാപിച്ചാണ് യോഹന്നാൻ കർത്താവിനെ സ്നാനപ്പെടുത്തുന്നത്. And thereafter the Bible says, on another occasion or on the next day, as John along with his disciples were standing by, he saw Jesus was passing by. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് കൂടെ നിൽക്കുമ്പോൾ ദൈവപുത്രനായ യേശു മശിഹ കടന്നു പോവുകയാണ്. And John said to his disciples, "Behold the Lamb of God." ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. Praise God. യേശുവിനെ പരിചയപ്പെടുത്തുവാൻ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നത് വലിയൊരു പദവിയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് സുവിശേഷം എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മുഖ്യ ഭാഗമാണ്. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ശക്തിയെക്കുറിച്ചും സുവിശേഷത്തിൻ്റെ തേജസ്സിനെ കുറിച്ചും പൗലോസ്ലീഹ പറയുന്നുണ്ട്. Apostle Paul, he highlights about the power and the glory
of the gospel of Christ. As you scroll down through 2 Corinthians chapter 4, verses 6 and 7, he says, God who commanded the light to shine out of darkness has also made our hearts to shine. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് കൽപ്പിച്ച ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെയും പ്രകാശിപ്പിച്ചിരിക്കുന്നു. എന്തിനായിട്ട്? He made our heart shine, or he has illuminated our heart so that we will conceive with the knowledge of the glory of God that is seen in the face of Jesus. അതായത് യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം ഞങ്ങൾ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും പ്രകാശിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എങ്കിലും ദിസ് ഗ്രേറ്റ് സർപാസിംഗ് പവർ, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് ഇത് നിക്ഷേപമായി മൺപാത്രങ്ങളാകുന്ന ഞങ്ങളിലത്രേ പകർന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. We have this treasure, precious treasure. Praise God. This surpassing power has been inlaid or embedded or deposited in the jars of clay which are us. മൺപാത്രങ്ങളാകുന്ന ഞങ്ങളിൽ ഈ അതിശയിപ്പിക്കുന്ന അത്യന്ത ശക്തി എന്നതിനേക്കാൾ അതിശയിപ്പിക്കുന്ന ശക്തി, സർപാസിംഗ് പവർ, ദി എക്സലൻസ് ഓഫ് പവർ, അത്യന്ത ശക്തി, ഇൻകംപയറബിൾ പവർ, ഈ അതിശയിപ്പിക്കുന്ന ശക്തി. വാട്ട് ഈസ് ദി peculiarity or uniqueness, significance of this power? Praise God. This is the power that illuminated our once spiritually blinded eyes. ഒരു കാലത്ത് ഇരുട്ട് കണ്ണായിരുന്ന ഞങ്ങളുടെ, അല്ലെങ്കിൽ ഇരുണ്ട ഞങ്ങളെ, അല്ലെങ്കിൽ കാണാതിരുന്ന, we were once blind, spiritually blind. ഒരിക്കൽ ആരാണ് സത്യദൈവം എന്നറിയാതെ we were grouping in darkness. ഞങ്ങൾ ഒരു കാലത്ത് ഇരുട്ടിൽ തപ്പി നടന്നു. Those days, although we heard about Jesus, yet we considered him as one among many. അന്ന് ഞങ്ങൾ വിചാരിച്ചത് യേശു പലരിൽ ഒരുവനാണെന്ന്. കണ്ണു തുറന്നപ്പോഴാണ് അറിഞ്ഞത് യേശു മാത്രമാണ് രക്ഷിതാവ് എന്നുള്ളത്. Knowing Jesus is the greatest treasure in the life. കർത്താവിനെ അറിയുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ ധനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നമ്മൾ പാടാറുള്ള പാട്ട്, He is my everything, He is my all, He is my everything, both great and small. He gave His life for me, made everything new. He is my everything. Now how about you? Like honey in the rock, sweet honey in the rock, Jesus tastes like honey in the rock. Oh, taste and see that the Lord is good. Jesus tastes like honey in the rock. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാ കീർത്തിക്കും ഞാനാ വൻ സ്നേഹത്തെ വർണ്ണിക്കും ഞാൻ എൻ അന്ത്യനാൾ വരെ. Praise God. Never stop knowing Jesus. Hallelujah. അത്രയും പറഞ്ഞ് colloquial comparing to other places in Palestine. വീണ്ടും മിക്കവാറും ഒത്തിരി പൊളിറ്റിക്കൽ കൊമോഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല അന്ന് വരെ ഒരു നന്മ പോലും, ഒരു നല്ല കാര്യം എടുത്തു പറയത്തക്കവണ്ണമുള്ള ഒരു നല്ല കാര്യം ഒന്നും നടക്കാത്ത ഒരു സ്ഥലമാണ്. And no one had ever thought the Messiah will come out of Nazareth, and no one expected so.
പക്ഷെ കർത്താവ് ഈ നസ്രത്തിൽ വന്ന് നസ്രത്തിലൂടെ അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ നസ്രത്തിന്റെ ചരിത്രം മാറി. ഔട്ട് ഓഫ് ഇൻസിഗ്നിഫിക്കൻസ് നൗ ഇറ്റ് ബിക്കംസ് സിഗ്നിഫിക്കന്റ്. ടുഡേ നസ്രത്ത് ഹാസ് ബിക്കം ആസ് ഫേമസ് ആസ് ജീസസ്. ഇന്ന് നസ്രത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് എത്രത്തോളം പ്രസിദ്ധനാണോ അത്രത്തോളം പ്രസിദ്ധമായി നസ്രത്ത്. മാത്രമല്ല, ഈവൻ ദ ഡീമോണിക് സ്പിരിറ്റ്സ് ഫ്ലീ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസ്രത്ത്. പിശാചുക്കൾ പോലും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഓടിപ്പോകുവാൻ തുടങ്ങുകയാണ്. അത്രത്തോളം അതിൻ്റെ പശ്ചാത്തലത്തെ, ചരിത്രത്തെ, അതിൻ്റെ അപ്രാധാന്യതയെ അല്ലെങ്കിൽ അതിൻ്റെ തുച്ഛീകരണത്തെ മുഴുവനും മാറ്റിമറിച്ചുകൊണ്ട് ലോകത്തിൽ കർത്താവ് എത്രത്തോളം പ്രസിദ്ധനാണോ അത്രത്തോളം പ്രസിദ്ധമാക്കപ്പെട്ടു നസ്രത്ത്. ജീസസ് ക്യാൻ ട്രാൻസ്ഫോം യുവർ ഇൻസിഗ്നിഫിക്കൻസ് ടു സിഗ്നിഫിക്കൻസ്. നമ്മുടെ ജീവിതത്തിൽ എത്ര അപ്രാധാന്യമുള്ളതിനെയും, എത്ര കഴിവുകെട്ട അവസ്ഥയെയും, എത്ര വിലയില്ലായ്മയും, എത്ര തുച്ഛീകരണത്തെയും കർത്താവ് അതിൽ കയറുമ്പോൾ ചരിത്രം വഴിമാറുകയാണ്. Come on, praise God. See the Bible, when you carefully meditate on the word of God, you need to understand none of us are chosen by our capacity or our potential or because who we were. നമ്മൾ ആരായിരുന്നത് കൊണ്ടല്ല ദൈവം തിരഞ്ഞെടുത്തത്. നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് നമ്മൾ ആരായിരുന്നു എന്നത് കൊണ്ടല്ല. God did not choose us because who we were nor who we are. നമ്മൾ ആരായതുകൊണ്ടോ നമ്മൾ ആരായിരുന്നു എന്നതുകൊണ്ടല്ല ദൈവം തിരഞ്ഞെടുത്തത്. But he chose us that who we are going to be made. നമ്മൾ ആരായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ റോമർ 8-ാം അധ്യായത്തിൽ പറയുന്നത്, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് അവൻ നമ്മെ മുൻ നിയമിച്ചു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നമ്മൾ നിൽക്കുന്നത് യോഗ്യത കൊണ്ടല്ല, ജനിച്ചു വളർന്ന തറവാട്ടിൻ്റെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല. ഹലോ, പ്രൈസ് ഗോഡ്. ജനിച്ചു വളർത്തപ്പെട്ട തറവാടിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ജനിച്ചു വളർത്തപ്പെട്ട പശ്ചാത്തലത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ജനിച്ചു വളർത്തപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിലെ നല്ല പേരിൻ്റെയും പ്രശസ്തിയുടെ അടിസ്ഥാനത്തിലല്ല. ഇഫ് യു സമ്മറൈസ് ദ ഹിസ്റ്ററി of those who were chosen by God irrespective of the testament, പഴയ പുതിയ നിയമ വ്യത്യാസമന്യേ വേദപുസ്തകത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തന്മാരുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ you will come across people who were chosen by God who undeserved. അയോഗ്യരായ ഒത്തിരി പേരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. People who are from the noble family were chosen by God. കുലീനത്വമുള്ള കുടുംബത്തിൽ നിന്നും people those who pertain to aristocratic family were also chosen by God. നല്ല കുലീനത്വവും തറവാടിത്വമുള്ള കുടുംബത്തിൽ ദൈവം ചിലരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. റോയൽ ഫാമിലി പെട്ടവരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല മേലുവിലാസമുള്ളവരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ളവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നുമില്ലാത്തവരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. Come on, praise God. For the Bible says in the book of Psalms 113 verses 6 and 7, 113-ാം സങ്കീർത്തനത്തിന്റെ 6ഉം 7ഉം വാക്യം വായിക്കുമ്പോൾ, he raises the poor out of the dust and he lift up the needy out of the dungeon, out of the garbage. Hallelujah. വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് വന്ന ഒരു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. അതായത് വേസ്റ്റ് കൊട്ടയിൽ കിടന്ന, ട്രഷ് ബോക്സിൽ, ഗാർബേജിൽ കിടന്നവരെ വരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. Come on. There is no limit to what God can do. Praise God. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ പട്ടിക നമ്മൾ പഠിക്കുമ്പോൾ പല പശ്ചാത്തലത്തിലുള്ളവരുണ്ട്. വേശ്യമാരെ കാണാൻ പറ്റും, വേശ്യമാരുടെ മക്കളെ കാണാൻ പറ്റും, ഉയർന്ന തറവാടിത്തമുള്ളവർ അതിനകത്തുണ്ട്. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് ഇന്നലകളെ നോക്കിയിട്ടല്ല, നമ്മൾ ആരായി തീരണമെന്നുള്ളതാണ്. Come on, praise God. ആരാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ we haven't comprehended the mystery of the gospel in details yet. Praise God. ഞാൻ അത്രയും പറഞ്ഞ ശേഷം മടങ്ങി വരട്ടെ. ഇവിടെ നസ്രത്തിൽ നിന്ന് കർത്താവ് വന്നപ്പോൾ നസ്രത്തിന്റെ ചരിത്രം മാറി. മറ്റേ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. Praise God. Now if you go to the Bible in the Old Testament, പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, പഴയ നിയമത്തിൽ
എവിടെയെല്ലാം ആരെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ ചരിത്രം മാറ്റി കുറിക്കപ്പെട്ടിട്ടുണ്ട്. Praise God. The river of Nile was once considered as a river of tears, where thousands of mothers who travailed, as they travailed to have the children, were also forcefully offered, or they had to offer their own children as an offering to the goddess called then the time the river of Nile. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി. എന്നാൽ അന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്വമായ ഈജിപ്തിലൂടെ ഈ നദി കടന്നു പോകുമ്പോൾ ഈജിപ്തുകാർ ഇതിനെ ഒരു ദേവതയായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. ഒരു ദേവതയായിട്ട് അല്ലെങ്കിൽ ദേവിയായിട്ട്, whatever. മാത്രമല്ല അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ മിക്കവാറും കുടുംബങ്ങളിൽ പലരും തങ്ങൾക്ക് ജനിക്കുന്ന ആദ്യ തലമുറകളെ ബലിയർപ്പണമായി ഈ നദിയിലേക്ക് എറിഞ്ഞ് ഈ ദേവതയുടെ പ്രസാദത്തിന് വേണ്ടി ഇട്ടുകൊടുക്കുക സർവ്വസാധാരണമായി. They used to offer their firstborn as part of their sacramental, pleasing the goddess called River of Nile in those days. എന്നാൽ അങ്ങനെ ഒരു നദിയിലേക്കായിരുന്നു there was a decree from the Pharaoh. ഇസ്രായേൽ ജനത്തിന് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങൾ, തിരുവെഴുത്ത് പറയുന്നത്, there was a season where it was practically impossible for the male children to the Hebrews to survive. യഹൂദന്മാർക്ക് ജനിക്കുന്ന ആൺപ്രജകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു നിയമം അന്ന് രാജ്യത്ത് വരികയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു it was such season when Moses was born. ദൈവത്തിൻ്റെ പദ്ധതികൾ മിക്കവാറും പ്രതികൂലങ്ങളുടെ നടുവിലാണ് വെളിപ്പെടാറുള്ളത്. പ്രൈസ് ഗാഡ്. ഹലോ, ദൈവിക പദ്ധതികൾ നമ്മൾ വേദപുസ്തകം മുഴുവൻ പഠിച്ചാലും, ദൈവസഭാ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ എപ്പോഴെല്ലാം കഠിനമായ നിയമങ്ങൾ ഇവർക്കെതിരെ വന്നിട്ടുണ്ടോ അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുള്ളത്. കമോൺ, പ്രൈസ് ഗാഡ്. ഏതെങ്കിലും ദേശത്ത് കഠിനമായ നിയമം ദൈവമക്കൾക്കെതിരെ വന്നിട്ടുണ്ടോ പിന്നീട് ആ രാജ്യത്തെ സുവിശേഷം മാറ്റിമറിക്കുകയാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എപ്പോഴെല്ലാം ദൈവിക പദ്ധതിക്കെതിരെ എപ്പോഴെല്ലാം കഠിനമായ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടോ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. കാരണം the church carries the history of passing through the fire. The church was born in the fire. The church carries the history of passing through the fire. The church is at the moment passing through the fire. Eventually she will come out of the fire. സഭ ജനിച്ചത് തീച്ചുളയിലാണ്, കടന്നുപോയിട്ടുള്ള ചരിത്രം തീച്ചുളയിലാണ്, ഇന്ന് കടന്നു പോകുന്നത് തീച്ചുളയിലാണ്. എന്നാൽ ഒരിക്കൽ the church will come out of the fire. ഒരു കാലത്ത് ദൈവം ഈ സഭയെ ഈ തീയിൽ നിന്നും ശുദ്ധയും നിർമ്മലതയും അതുപോലെ കളങ്കമില്ലാത്തവളായി, കറ ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്തവളായി ഒരിക്കൽ ദൈവം ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. പ്രൈസ് ഗാഡ്. നിങ്ങൾ വിശ്വസിക്കുന്നൊരു കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇനി അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു മോശ ജനിക്കുന്നത്. എത്രയോ മാതാപിതാക്കൾ അവരുടെ കണ്ണുനീര് വീണ സ്ഥലമാണ് ഈ നൈൽ നദി. കാരണം എന്തായിരുന്നു? മോശ ജനിക്കുന്ന സമയത്ത് പോലും it was impossible for them to hide their son Moses. മോശയെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ eventually they had to give him up. And the mother, the Bible says, his parents made a casket in which they laid the child Moses and placed him in the river of Nile. Not with an expectation he will come back, but let it reach in somebody's hand. ആരുടെയെങ്കിലും കയ്യിൽ ചെന്നെത്തട്ടെ. ദൈവമേ, ഹലോ, വെള്ളത്തിലാണ് ഒഴുക്കി കളയുന്നെങ്കിലും വല്ലവൻ്റെയും കയ്യിലെങ്കിലും ചെന്ന് എത്തിപ്പെടട്ടെ. എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല, മറ്റൊരാൾ, ഏതെങ്കിലും ഒരു മിസ്രയീമിൻ്റെ ഈജിപ്ഷ്യൻ്റെ കയ്യിൽ ചെന്ന് എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ. ക്യാൻ യു ഇമാജിൻ the pain of that mother? Praise God. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ, ഏതെങ്കിലും ഒരു ആരുടെയെങ്കിലും കയ്യിൽ, ഏതെങ്കിലും ഒരു മിസ്രയീമിൻ്റെ കയ്യിൽ ഈ കുഞ്ഞ് ചെന്ന് എത്തിയിരുന്നെങ്കിൽ
ആ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു, തൻ്റെ അനുജന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാനായിട്ട് സഹോദരി ദൂരെ നിന്ന് നോക്കുകയാണ്. ഹല്ലേലൂയ. ഇത് രാവിലെ നമ്മൾ ചിന്തിച്ച പോലെ പ്രതികൂലമെന്ന് മനുഷ്യൻ കണ്ടു, ദൈവം അതിനെ അവസരമാക്കി ഉപയോഗിച്ചു. What man sees as adversity, God sees as an opportunity. Praise God. Hallelujah. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് പിന്നെ മോശ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രൈസ് ഗോഡ്, അനേക കുഞ്ഞുങ്ങളുടെ നിലവിളി, അനേകം മാതാപിതാക്കളുടെ കണ്ണുനീർ വീണ സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ നിയോഗമായ ഒരു പൈതൽ ചെന്നപ്പോൾ അന്ന് വരെയുള്ള നൈൽ നദിയുടെ ചരിത്രം മാറ്റിക്കുറിക്കപ്പെട്ടു. Come on, praise God. And thereafter, if you study the history of the Israelites in the land of Babylon, ബാബിലോണിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം 3 എബ്രായ ബാലന്മാർ. The Bible speaks about those 3 Hebrew boys. They were thrown into the fiery furnace. അവരെ തീച്ചൂടലേക്ക് എറിയേണ്ട സാഹചര്യം വന്നു. Because they did not compromise with the order from the king. രാജാവിൻ്റെ നിയമത്തോട് അവർ അനുകൂലിച്ചില്ല. മാത്രമല്ല, രാജാവ് നിർത്തിയ ബിംബത്തെ അവർ നമസ്കരിച്ചില്ല. അതുകൊണ്ട് ഈ 3 എബ്രായ ബാലന്മാർ they were forced to be thrown into the fiery furnace. ഈ തീച്ചുള്ളിലേക്ക് പോയവരാരും ജീവനോടെ തിരിച്ചു വന്ന ചരിത്രമില്ല. ഹലോ, പ്രൈസ് ഗോഡ്. Until those 3 Hebrew boys were thrown into the fiery furnace, no one in the history who were thrown into the furnace had ever returned alive. തീച്ചുള്ളിലേക്ക് പോയവരാരും തിരിച്ചു വന്ന ചരിത്രമില്ലാതിരിക്കുമ്പോൾ ദൈവനിയോഗമായ 3 പേര് ഈ തീച്ചുള്ളിലേക്ക് ചെന്ന് വീണപ്പോൾ അവരെ തീച്ചുള്ളിലേക്ക് എറിയുവാൻ പോയവർ വരെ they were consumed. പക്ഷേ തിരുവെഴുത്ത് പറയുന്നത് അന്ന് വരെയുള്ള തീച്ചുളയുടെ ചരിത്രം മാറ്റി കുറിക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. Hallelujah. Praise God. No one in the history who were thrown into the den of lion, hungering lion, had ever returned alive, harmless. അതായത് വിശപ്പുള്ള സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. അവിടം കൊണ്ട് അവസാനിച്ച ചരിത്രമാണ്. പക്ഷെ അതേ സ്ഥലത്തേക്ക് ദൈവനിയോഗമായ ദാനിയേൽ ചെന്ന് വീണപ്പോൾ അന്നു വരെയുള്ള സിംഹക്കൂട്ടിൻ്റെ ചരിത്രം മാറ്റി കുറിക്കപ്പെട്ടു. Hallelujah. Praise God. Now let's come to the New Testament. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നസ്രത്തിൽ നിന്ന് ഒരു നന്മയും ഇല്ലാതെ, അതുവരെ പറയത്തക്കവണ്ണം ഒരു നന്മയും, എടുത്തു പറയത്തക്കവണ്ണം ഒരു നന്മയും ഉണ്ടാകാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിന് വെളിപ്പെട്ടപ്പോൾ അന്നുവരെയുള്ള നസ്രത്തിന്റെ ചരിത്രം മാറ്റി കുറിക്കപ്പെട്ടു. Come on, praise God. The Bible says when Jesus was born in this world, he humbled and he emptied himself. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, according to the book of Philippians chapter 2 verses 5 through 8, 5 മുതൽ 8 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ തിരുവെഴുത്ത് പറയുന്നത്, അവൻ തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ചു, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. യേശു കർത്താവ് ലോകത്തിൽ വെളിപ്പെട്ടപ്പോൾ, when the Son of God was revealed in this world, ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? തിരുവെഴുത്ത് പറയുന്നത്, പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷ ലഭിച്ചു. ഞാനതൊന്ന് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. As you go through the book of Matthew chapter 12, മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, there is a beautiful prophecy or prophetical revelation that was prophesied by prophet Isaiah, which is re-quoted by Matthew as he was fully engrossed in listening to the ministry of Jesus. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മത്തായി കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ പറയുകയാണ്, പ്രൈസ് ഗോഡ്, തൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു വ്യക്തിയോടും കർത്താവ് നോ പറയുന്നില്ല. തൻ്റെ അടുക്കിലേക്ക് പ്രതീക്ഷയേറ്റ് വന്നവരുണ്ട്, നാനാവിധ രോഗം ബാധിച്ചവരുണ്ട്, ചന്ദ്രരോഗികൾ, എപ്പിലെപ്സി രോഗമുള്ളവർ, കുഷ്ഠരോഗികൾ, കുരുടന്മാർ, മുടന്തന്മാർ,
പിന്നെ പറയുന്നുണ്ട് ആശയറ്റവർ, പീപ്പിൾ ദോസ് ഹു വർ ഹോപ്പ്ലെസ്, പീപ്പിൾ ദോസ് ഹു വർ those who were written off as though they are going to die soon. വൈദ്യന്മാർ എഴുതി തള്ളിയ രോഗികൾ, ജീവിതത്തിൻ്റെ അവസാനം, പീപ്പിൾ ദോസ് ഹു ആർ കൗണ്ടിങ് ഡൗൺ ടുവേഴ്സ് ദ ലാസ്റ്റ് മൊമെന്റ്, തങ്ങളുടെ അവസാന നിമിഷങ്ങൾ ഇങ്ങനെ കാത്തു കിടക്കുന്ന, മരണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ജനം. And the Bible says when they heard the glad news of Jesus, കർത്താവിനെ കുറിച്ചുള്ള സദ്വർത്തമാനം കേട്ടപ്പോൾ തിരുവെഴുത്ത് പറയുകയാണ്, people began to come out of their remote villages and they came to Jesus. അവരെല്ലാം കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അങ്ങനെ കർത്താവിൻ്റെ പ്രവൃത്തികളെ കണ്ട മത്തായി പിന്നീട് പറയുകയാണ്, ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരി കെടുത്തി കളയാത്ത കർത്താവ്. Praise God. He will not, a bruised reed he will not break, a smoldering wick he will not extinguish. പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഈവൻ എ സ്മോൾഡറിങ് വിക്ക് ഹി വിൽ നോട്ട് പഫ് ഇറ്റ് ഔട്ട്. പ്രൈസ് ഗോഡ്. എ ബ്രൂസ് റീഡ്, ചതഞ്ഞ ഓട ഒടിച്ചു കളയില്ല. അത്രത്തോളം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ അന്നത്തെ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ they used to have certain musical instruments which are made out of reed and which are comparatively inexpensive. It doesn't have much validity because it can get cracked, and once it is cracked or bruised, it begins to produce wrong melody, which practically the musicians find it very hard to use. So eventually they break them into pieces, throw them into the garbage box. സാധാരണ മ്യൂസിഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏറ്റവും വില കുറഞ്ഞ ഒരു വാദ്യ സംഗീത ഉപകരണമാണ് ഓട കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം, ആസ് ഇറ്റ് ഈസ് ബീൻ യൂസ്ഡ്, ആസ് ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഓവർ ദ കോഴ്സ് ഓഫ് ടൈം, when it is cracked or when it has some minor bruises on it, when you try to blow over it begins to produce wrong melody. അത് ഉപയോഗിക്കുമ്പോൾ തെറ്റായ ഈ ശ്രുതി പുറത്തു വരും, കാരണം ചെറിയ പൊട്ടലോ വിള്ളലോ ഉള്ളപ്പോൾ. സോ ഇറ്റ് പ്രാക്ടിക്കലി ഇറ്റ് ബിക്കംസ് ഇമ്പോസിബിൾ ഫോർ ദ മ്യൂസിഷ്യൻസ് ടു യൂസ് ഇറ്റ്. പിന്നെ ആകെ ചെയ്യാവുന്നത് ഇതിനെടുത്ത് എറിഞ്ഞു കളയുക, പിക്കപ്പ് എ ന്യൂ വൺ, ഇതിനെറിഞ്ഞു കളഞ്ഞ ശേഷം പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ coming to Jesus, the Bible says even a bruised reed he will not break. Hello, praise God. ഒരു ചതഞ്ഞ ഓട പോലും, അതേ ഓട കൊണ്ടുണ്ടാക്കപ്പെട്ട ഏറ്റവും വില കുറവുള്ള ഒരു വാദ്യ ഉപകരണം, ഒരു ചെറിയ പൊട്ടലോ വിള്ളലോ ചതവോ സംഭവിച്ചിട്ട് ഉപയോഗശൂന്യമായി പോയ ഒരു വാദ്യ ഉപകരണത്തെ പോലും മനുഷ്യൻ ഉപയോഗപ്രദമല്ലാത്തതിനെ ഒടിച്ചു നുറുക്കി വേസ്റ്റ് കൊട്ടയിലിടുന്നതിനെ പോലും ജീസസ് ഈസ് ഏബിൾ ടു ബ്രിങ് ദം ബാക്ക്. കം ഓൺ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. My sisters and brothers, are you like a broken reed tonight? Is your family life like a broken reed? Is your personal life like a broken reed tonight? Is your spiritual life like a bruised reed? ഇന്ന് രാത്രി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ഒരു ചതഞ്ഞ ഓട പോലെ ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിങ്ങളുടെ കുടുംബജീവിതം ഒരു ചതഞ്ഞ ഓട പോലെയാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം, ഈസ് യുവർ എഡ്യൂക്കേഷൻ ലൈക്ക് എ ബ്രൂയിസ് റീഡ്? ഈസ് യുവർ ബിസിനസ് ലൈക്ക് എ ബ്രൂയിസ് റീഡ്? ഈസ് യുവർ മിനിസ്ട്രി ലൈക്ക് എ ബ്രൂയിസ് റീഡ്? പ്രൈസ് ഗോഡ്. തിരിച്ചു വരവില്ലാത്ത, ഇനി തിരിച്ചു വരുവാൻ ഒരു സാധ്യതയുമില്ലാത്ത, തിരിച്ചു പ്രയോജനപ്പെടാൻ സാധ്യതയില്ല എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ചതഞ്ഞ ഓട പോലെയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയെങ്കിൽ, when Jesus touches over it, കർത്താവ് അതിനെ തൊടുന്നുവെങ്കിൽ, കർത്താവിനെ അതിലൊന്ന് തൊടാൻ അനുവദിക്കുന്നെങ്കിൽ, I tell you, you will never be the same. Hallelujah. Come on, praise God. വിശ്വാസമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. Hallelujah, hallelujah. Jesus can transform your bruises. Hallelujah.
നിങ്ങളുടെ ചതഞ്ഞ അവസ്ഥയെ ഭംഗിയായി രൂപപ്പെടുത്തുവാൻ കർത്താവിന് സാധിക്കും. മാത്രമല്ല അടുത്തത് പറയുന്നത് ചതഞ്ഞോടെ ഒടിച്ചു കളയൽ എന്ന് പറഞ്ഞാൽ 113 സംഗീതത്തിൽ പറയുന്നത് he raises the poor out of the dust, out of the dungeon. അവൻ എളിയവനെ പൊടിയിൽ നിന്ന്, ദരിദ്രനെ ഗാർബേജിൽ നിന്നാ, ശരിക്കും വാക്ക് ഡഞ്ചിയോൺ എന്ന് പറഞ്ഞാൽ വേസ്റ്റിൽ നിന്നും എഴുന്നേൽപ്പിക്കുവാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ കയ്യിലേക്ക് ഒരാൾ വന്ന് വീണാൽ, നോ മാറ്റർ ഹൗഎവർ ബ്രൂസ്ഡ് യുവർ ലൈഫ്, നോ മാറ്റർ ഹൗഎവർ ബ്രോക്കൺ ഈസ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതം എത്ര ചതഞ്ഞതാണെങ്കിലും, അടുത്ത ഭാഗം പറയാണ് ഈവൻ എ സ്മോൾഡറിംഗ് വിക്ക്. ഹല്ലേലൂയ. എ സ്മോൾഡറിംഗ് വിക്ക് എന്ന് പറഞ്ഞാൽ പുകയുന്ന തിരി. Doesn't matter however brighter or glowing you were in the past, but in the course of time, when the same part of the wick continues to burn for a longer period of time, instead of glowing light, it begins to get smoldered by ashes. ഒരു കാലത്ത് നല്ല വെളിച്ചം പകർന്ന ഒരു വിളക്കായിരുന്നു തിരി. എന്നാൽ അത് അനേക പ്രാവശ്യം കത്തുക നിമിത്തമായി പുകയുവാൻ തുടങ്ങി. എത്ര നല്ല പ്രകാശമുണ്ടായിരുന്നതാണെങ്കിലും പുകയാൻ തുടങ്ങുമ്പോൾ മനുഷ്യർ അതിനെ കെടുത്തി കളയും. That is a system of this world. As long as you are talented, as long as you have potential, you have capacity, you have aptitude, and you are talented, the world will honor you, the world will make use of you. But when they find some cracks in your life, the same people who promoted you will put you aside. That is a system of this world. But Jesus will never fail. Hallelujah. Hallelujah. വിശ്വാസമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. Praise God. Praise God. Praise God. Hallelujah. ഇവിടെ പറയുന്നത് ഈ ആമോസിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ഇവിടെ പറയുന്നത് the book of Amos, I don't know exactly which reference it is. It says even God gives beauty for ashes എന്നാണ്. ചാരത്തിന്, വെണ്ണീറിന് പോലും ഭംഗി കൊടുക്കുന്ന ദൈവം. ആരും ഗവനിക്കാത്തതാ വെണ്ണീർ, അതിനു പോലും രൂപം കൊടുക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ എളിയവനെ പൊടിയിൽ, ദരിദ്രനെ കുപ്പയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയാണ്. അതായത് കുപ്പ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അസ്തമിച്ച് കിടക്കുന്നതാണ്. വി ആർ ഓൾ ഫെമിലിയർ വിത്ത് the dustbin in our home, right? Garbage box, to make it common, garbage box. And majority of those items that you find in the garbage boxes were formerly useful, but in the course of time became useless. That is a reality. അതിനകത്ത് കിടക്കുന്ന നല്ലൊരു ഭാഗവും പണ്ട് ഉപയോഗപ്രദമായിരുന്നു. പക്ഷേ അതിന് ഒന്നുകിൽ ഇറ്റ് പാസ്ഡ് ഇറ്റ്സ് എക്സ്പയറി ഡേറ്റ്, ഒന്നുകിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞു, ഇല്ലെങ്കിൽ അതിനി വേസ്റ്റായി. ഇറ്റ് ബിക്കേം ലൈക്ക് എ വെപ്പ് ലീഫ്, കറിവേപ്പില പോലെയായി. നല്ലതൊക്കെ കഴിഞ്ഞു, ഇനി ഇതിനെ കൊണ്ട് ഇത് വേസ്റ്റായി ചവിട്ടുകൊറ്റ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇനി എത്ര വേസ്റ്റായ പേപ്പറാണെങ്കിലും, നല്ല പേപ്പറാണെങ്കിലും, ആരും ആ പേപ്പറിന്റെ സൈസിൽ അതിലേക്ക് എറിയാറില്ല. അതിനെ ഒന്നും കൂടി ഒന്ന് ഡൗൺ സൈസ് ചെയ്യും, ഒന്നും കൂടി റീസൈസ് ചെയ്യും, ചുരുക്കിയ ശേഷമാണ്. ഇനി എത്ര വലിയ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആണെങ്കിലും അതിലേക്ക് വേസ്റ്റ് വാട്ടർ ഇടുമ്പോൾ യു വിൽ ട്രൈ ടു റീസൈസ് ഇറ്റ് ഓർ ഡൗൺ സൈസ് ഇറ്റ് ടു ദ ഫിറ്റിംഗ് ഓഫ് or to the size of the garbage box. എത്ര വലിയ പേപ്പർ ആണെങ്കിലും വേസ്റ്റ് കൊട്ടയിൽ ഇടുമ്പോൾ വേസ്റ്റ് കൊട്ട കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും, അതിൻ്റെ ഷേപ്പിലേക്ക് ഇതിനെ പിന്നെ ഒതുക്കി കളയുന്നു. അത് ലോകത്തിൻ്റെ രീതിയാണ്. ലോകം ഒരുത്തിനെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ എവിടെയെങ്കിലും ഒതുക്കി കളയാൻ വേണ്ടി പരമാവധി അവൻ്റെ പിന്നാലെ ചവിട്ടിക്കൊണ്ടിരിക്കും. അത് ലോകത്തിൻ്റെ രീതിയാണ്. But majority of those items that you find in the garbage boxes were formerly useful, but in the course of time it became useless. But the Bible says, the book of John chapter 10 verse 10, I have come that you may have life. Hello. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ജീവനുണ്ടാകുവാനുമായിട്ടത്രേ. പ്രൈസ് ഗോഡ്. അപ്പോൾ അതായത് ഇനി എത്ര എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും കർത്താവിൻ്റെ കയ്യിലേക്ക് വന്ന് വീഴുമ്പോൾ വാലിഡിറ്റി മാറുകയാണ്. ഹല്ലേലൂയ. വിശ്വാസമുള്ളവർ നന്നായിട്ടൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഉച്ചത്തിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർത്തല്ലേ, ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായി താഞ്ഞുകൊണ്ട് ലാക്കിയിലേക്കോടിടുന്നേ. പിൻപിലുള്ളതിനെ ഞാൻ മറന്നു, മുൻപിലുള്ളതിനായി താഞ്ഞുകൊണ്ട് ലാക്കിയിലേക്കോടിടുന്നേ. പാരിൽ പലവിധമാം പാടുകൾ ഏറിടുമ്പോൾ പാദം പതറിടാതെ പാതയിൽ ഓടിടും ഞാൻ. പാരിൽ പലവിധമാം പാടുകൾ ഏറിടുമ്പോൾ പാദം പതറിടാതെ പാതയിൽ ഓടിടും ഞാൻ. പ്രത്യാശ ഏറിടുന്നേ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശ ഏറിടുന്നേ. കൂടാരമാം ഭവനം അഴിഞ്ഞാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമെൻ നാഥൻ ഒരുക്കിടുന്നു. മുത്തുമണികളാലെ നിർമ്മിതമാം പുരത്തിൽ കർത്തനോടൊത്തുമോദാൽ വാസം ചെയ്യുന്നതോർത്താൽ. മുത്തുമണികളാലെ നിർമ്മിതമാം പുരത്തിൽ കർത്തനോടൊത്തുമോദാൽ വാസം ചെയ്യുന്നതോർത്താൽ പ്രത്യാശ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശ ഏറിടുന്നേ. ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിലാനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും. കൃപയോന്നാശ്രയമായി കൃപയോന്നൻ ആശ്രയമായി കൃപയോന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. മരുവിലൻ ദൈവമേനിക്കധിപതിയേ മരുവിലൻ ദൈവമേനിക്കധിപതിയേ. തരുമവൻ പുതുമന്ന അത് മതിയേ. തരുമവൻ പുതുമന്ന അത് മതിയേ. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ മറഞ്ഞു രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ ഹായ
എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്നെ ശ്രേഷ്ഠോപ, സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്നെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. ദേവൻ താപരിക്കും സ്ഥലമേ തം ജനതാരിൻ മധ്യയിലായി ദേവൻ താമവർകൾ ദേവനായിരുന്നേ. കണ്ണീർ യാവയും തുടയ്ക്കാരേ. ദേവൻ താമവർകൾ ദേവനായിരുന്നേ. കണ്ണീർ യാവയും തുടയ്ക്കാരേ. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാം. വിണ്ണിൽ വാസസ്ഥലം ഒരുക്കി വരും പ്രാണപ്രിയൻ വീരവിൽ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വീരവിൽ. അന്നു ഞാനവന്മാരിൽ മറന്നിടുമേ. കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ. അന്നു ഞാനവന്മാരിൽ മറന്നിടുമേ. കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാം. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥൻ ആവശ്യങ്ങൾ അറിഞ്ഞും ജീവനാളെല്ലാം നടത്തിയിടുമേ. ജീവനാഥന് ആവശ്യങ്ങൾ അറിഞ്ഞു ജീവനാളെല്ലാം നടത്തിയിടുമേ. എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്.
മഹാസന്തോഷമുണ്ടുല്ലാസമുണ്ട്, എനിക്കാനന്ദമുണ്ട്, ആനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടാളിയായി കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എന്റെ പ്രാണവല്ലഭൻ, എന്റെ കൂട്ടാളിയായി കൂടെയുണ്ടല്ലോ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, താങ്ക് യു ജീസസ്. നന്ദി പിതാവേ. Praise God. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. From the book of Hebrews chapter 2 verse 9. എങ്കിലും ദൈവകൃപയാൽ പ്രൈസ് ഗാഡ്. അവിടെ പറയുന്നത് എങ്കിലും എല്ലാവർക്കും വേണ്ടി ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് യേശുവിനെ നാം മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിൻ്റെയും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. Praise God. അതിൽ as you scroll down through chapter 2 verses 9 over, say we see Christ crowned with glory and honor, who for by the grace of God, who suffered, tasted the death for every one of us in order to suffer the suffering of death. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ അവിടെ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, he suffered the death. But how did he suffer the death? The Bible says he tasted the death for every one of us. എല്ലാവർക്കും വേണ്ടി അവൻ മരണം ആസ്വദിച്ചു. And thereafter you see Christ crowned with glory and honor. യേശുവിനെ നമ്മൾ മഹത്വവും ബഹുമാനവും കിരീടമണിഞ്ഞവനായി നാം കാണുന്നു. Praise God. ഞാനത് ആദ്യം പറഞ്ഞിരുന്നു, അല്പം വെട്ടിച്ചുരിക്കുന്ന വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. രാവിലെ ചിന്തിച്ചതിലേക്ക് ഒന്നും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ കർത്താവിന് അറിയാമായിരുന്നു ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷ അവസാനിക്കുന്നത് ക്രൂശിങ്കലായിരിക്കുമെന്നുള്ളത്. ക്രൂശിൻ്റെ ഓരോ ഭാന്താവുകളും നന്നായി
കർത്താവിന് അറിയാമായിരുന്നു. ജീസസ് ന്യൂ എവറി ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദ ക്രോസ്. ക്രൂശിൻ്റെ ഓരോ ഭാന്താവും നന്നായിട്ടറിഞ്ഞാണ് കർത്താവ് സഞ്ചരിച്ചത്. And the morning session we meditated that you don't find Jesus had ever walked away from that path of the cross. ക്രൂശിങ്ങിലേക്കുള്ള ഭാന്താവിൽ നിന്ന് ഒറ്റ പ്രാവശ്യം പോലും കർത്താവ് മാറി സഞ്ചരിച്ചില്ല. Then why did, ഇന്നലെ നമ്മൾ ചിന്തിച്ച കാര്യമാണ്, why did the tempter tempt Jesus, offering the whole world? എന്തുകൊണ്ടാണ് പരീക്ഷകൻ യേശു കർത്താവിനെ ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്ത് ടെംപ്റ്റ് ചെയ്തതിൻ്റെ കാരണം? Because he knew Jesus came down into this world with the divine plan that is more than sufficient to deliver the whole humanity. സർവ മാനവകുലത്തെയും വീണ്ടെടുപ്പാനുള്ള രക്ഷണ്യ പദ്ധതിയുമായി യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് സകലർക്കും അറിയാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പരീക്ഷകൻ കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ അതിൻ്റെ വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, I heard some days ago someone called John speaking about you, testifying about you that you are the Lamb of God who came to save the whole world. മുഴു ലോകത്തെയും രക്ഷിപ്പാൻ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് നിന്നെക്കുറിച്ച് പറയുന്നത് കേട്ടു. I know you are going to carry the sin of the world on the cross, but I'm giving you a golden cross. നീ മുഴു ലോകത്തെയും വീണ്ടെടുപ്പാനുള്ള സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് രക്ഷിപ്പാനായിട്ട് ക്രൂശ് ചുമക്കാൻ വന്നിരിക്കുന്നെന്ന് എനിക്കറിയാം. But I'm giving you not the wooden cross, but I'm giving you a golden cross. In that cross you will be left out all alone. But if you accept my golden cross, the whole world will be around you. ആ ക്രൂശിൽ നീ ഒറ്റപ്പെടും. ഞാൻ തരുന്ന നല്ല പൊന്നും കുരിശുണ്ടല്ലോ, ഈ ഓഫർ, എന്നെ നമസ്കരിച്ചാലും മതി, ഇതൊക്കെ നിൻ്റെതാ. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. In that cross you will be left out all alone. But in this, if you accept my golden opportunity, a golden cross, the whole world will be around you. That's a cross of pain and shame. But this is a cross of not the pain, but it's a cross of gain and prestigious. അത് അപമാനത്തിൻ്റെതാണ്, ഇത് അഭിമാനത്തിൻ്റെതാണ്. But Jesus refuted the devil and rebuked him, and he overcame that temptation and he began his ministry. ഇവിടെ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പരീക്ഷകൻ കർത്താവിനെ പരീക്ഷിച്ചത്? ലോകത്തെ മുഴുവൻ രക്ഷിപ്പാനുള്ള ദൈവിക രക്ഷണ്യ പദ്ധതിയുമായി വന്നതുകൊണ്ട് മുഴു ലോകത്തെ സമയത്തിന് മുന്നമേ കർത്താവിന് ഓഫർ കൊടുത്ത് പരീക്ഷിച്ചു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, the magnitude of your challenges and temptation will always be in proportion to the magnitude of God's plans hidden in your life. നിങ്ങളിലുള്ള ദൈവിക നിയോഗം എത്രത്തോളം വലുതാണോ അത്രത്തോളം വലുതായിരിക്കും നേരിടുന്ന പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും. The greater is your calling, the tougher will be the challenges. വിളി വലുതാണോ വെല്ലുവിളി വലുതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടി അതൊന്ന് let me try to paraphrase it. The intensity of God's plans hidden in your life. നിങ്ങളിൽ ദൈവത്തിൻ്റെ നിയോഗം എത്രത്തോളം വലിയ പദ്ധതിയാണോ നിങ്ങളിൽ കിടക്കുന്നത്, അതിൻ്റെ ആനുപാതത്തിലായിരിക്കും നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും. അതായത് the intensity of your challenges and temptation will always be in line or in proportion to the plan of God in your life. If you are Moses, there will be Pharaoh. നിങ്ങൾ മോശയാണോ, മറുവശത്ത് ഫറവോൻ ഉണ്ടാകും. If you are Nehemiah, there will be Sanballat and Tobiah. If you are Joseph, there will be imprisonment and temptation. If you are David, there will be Saul. If you are John the Baptist, there will be Herodias. If you are Paul, there will be Agrippa. If you are John, there will be Patmos. നിങ്ങളിലുള്ള ദൈവിക പദ്ധതി എത്രത്തോളം വിലപ്പെട്ടതാണോ വലുതാണോ
അതുപോലെ ആയിരിക്കും നേരിടുന്ന വെല്ലുവിളികൾ. Come on, hallelujah. The greater is your calling, the greater will be the challenge. എന്നാൽ തിരുവെഴുത്ത് പറയാണ്, if God be for us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗാഡ്. വിശ്വാസമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗാഡ്. അപ്പോൾ കർത്താവിന് അറിയാമായിരുന്നു തൻ്റെ മുമ്പിൽ ക്രൂശുണ്ടെന്നുള്ളത്. ഇനി ക്രൂശിങ്കിലേക്ക് നോക്കുമ്പോൾ ക്രൂശിലേക്ക് പോയവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ കാരണം എന്താണെന്നറിയുമോ? ക്രോസ് യൂസ് ടു ബി എ പ്ലേസ് വെർ ഓൾ യുവർ എക്സ്പെക്ടേഷൻസ് ഫെയിൽ ഫോർ എവർ. ക്രൂശിന്റെ പ്രത്യേകത പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്ന സ്ഥലമാണ്. ഇറ്റ് ഈസ് എ പ്ലേസ് വെർ ഓൾ യുവർ ഡ്രീംസ് കം ടു ആൻ എൻഡ്. എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കുന്ന സ്ഥലമാണ്. ബട്ട് ടു ദ സെയിം പ്ലേസ് when our precious sweet Jesus was ascended, that changed the story of the cross. നമ്മുടെ കർത്താവ് അതേ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അന്ന് വരെയുള്ള ക്രൂശിന്റെ ചരിത്രം മാറ്റിക്കുറിക്കപ്പെട്ടു. that which was once counted as curse now became a blessing. ഒരു കാലത്ത് ശാപമായി മനുഷ്യൻ കണ്ടത് ഇപ്പോൾ അനുഗ്രഹമായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഇനി തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, നമ്മുടെ ആപ്തവാക്യം ക്യാൻ എനിത്തിങ് ഗുഡ് കം ഔട്ട് ഓഫ് നസറത്ത്. നസറത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? thereafter anyone who dies, their mortal remains are placed under the earth subjected to be corrupted. ഏതൊരു വ്യക്തി മരിച്ചാലും തങ്ങളുടെ ശരീരം ദ്രവത്വത്തിനായി, നമ്മുടെ ദേവദാസന്മാർ ഒരാളെ സംസ്കരിക്കുമ്പോൾ മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും നിന്നെ ഈ സ്ഥലത്തേക്ക് സംസ്കരിക്കുന്നെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതുപോലെ anyone who dies, their mortal remains are subjected to corruption, in thus placing them in the earth. അവരുടെ ജീവനറ്റ ചേതനയറ്റ ശരീരത്തെ ദ്രവത്വത്തിനായിട്ട് മണ്ണിലേക്ക്, ഭൂമിക്കടിയിലേക്ക് വെക്കപ്പെടുന്നു. And our precious Lord Jesus' body was also laid into the tomb. അതേ സ്ഥലത്തേക്ക്. The Bible doesn't say Jesus' dead body. നമ്മുടെ കർത്താവിൻ്റെ ശവശരീരം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. Of course Jesus had died, but he died defeating the death on the cross. That's why the Bible, nowhere the Bible says his dead body was laid into the tomb. Of course it is said his lifeless body, because none of those vocabulary or phrases that pertain to mortality could be prefixed with the name of Jesus. മർത്യതയുമായി ബന്ധപ്പെട്ട, മരണവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വാക്കിന് പോലും അവൻ്റെ പേരിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെ വണ്ണം അവൻ മരണത്തെ ക്രൂശിൽ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. അങ്ങനെ തൻ്റെ ഛേദനയറ്റ ജീവനറ്റ ശരീരം കല്ലറയിൽ വെക്കപ്പെട്ടപ്പോൾ ആദ്യമായി കല്ലറയുടെ ചരിത്രം മാറ്റി കുറിക്കപ്പെട്ടു. ഹലോ, പ്രൈസ് ഗോഡ്. അവൻ ലോകത്തിൽ വന്നപ്പോൾ ജനിച്ചു വളർത്തപ്പെട്ടത് നസ്രത്തിലായിരുന്നു. നസ്രത്തിന്റെ ചരിത്രം മാറ്റി കുറിക്കപ്പെട്ടു. അവനെ തറച്ചത് ക്രൂശിലായിരുന്നു. ക്രൂശിന്റെ ചരിത്രം മാറ്റി കുറിക്കപ്പെട്ടു. അവന്റെ ശരീരം വെക്കപ്പെട്ടത് കല്ലറയിലായിരുന്നു. കല്ലറയുടെ ചരിത്രം മാറ്റി കുറിക്കപ്പെട്ടു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. Come on. Hallelujah. Praise God. Praise God. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, people might look at you as though you are completely insignificant. ഒരുപക്ഷെ മനുഷ്യൻ നിങ്ങളെ കാണുന്നത് വിലയില്ലാത്തവനായിരിക്കാം. ഹലോ, never ever try to underestimate your life on the basis of somebody's opinion. Never try to read your life through somebody's opinion. ഒരിക്കലും മറ്റൊരാളുടെ അഭിപ്രായത്തിലൂടെ നിങ്ങളെ കാണരുത്. Look at your life through Christ Jesus, who is the hope of glory. Hallelujah. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളുടെ ദൈവത്തിൽ ഏകാഗ്രമാക്കാമോ? നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഇന്നും ആ നന്മ വന്നുകൊണ്ടിരിക്കുകയാണ്. Come on. Hallelujah. ലോകത്തിന്റെ ഗതിയെ മുഴുവൻ മാറ്റിമറിച്ച നന്മ ഇന്നും ലോകത്തിൽ പടർന്നു പന്തലിക്കുകയാണ്.
ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിക്കുറിച്ച നന്മ ഇന്നും പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? യു മേ ഹാവ് been raised up in a place that do not have much significance. Probably you do not have anything to brag about your background. Probably you do not have anything to speak about your qualification or your education or your background. Probably you do not have a good lineage to speak out or good parentage to speak out. ഒരുപക്ഷെ നിങ്ങൾ ജനിച്ചു വളർന്നത് വലിയ കുലീനത്വമുള്ള തറവാട്ടിലൊന്നും ആയിരിക്കണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് നോക്കുമ്പോൾ കാര്യമായി മറ്റുള്ള മുമ്പിൽ പറയത്തക്കവണ്ണം ഒന്നുമില്ലായിരിക്കാം. ഒരുപക്ഷെ കഴിവും പ്രാപ്തി വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരുമായി തുറന്നു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയുവാനായിട്ടോ പുകഴുവാനോ ഒന്നുമില്ലായിരിക്കാം. But look at your life through Christ Jesus. There is hope. ഇന്ന് കർത്താവിലൂടെ നിങ്ങളെ ഒന്ന് കാണുമോ? Come on, stop reading your life through somebody's opinion, somebody's label. മറ്റൊരാളിലൂടെ നിങ്ങളെ കാണുന്നത് അവസാനിപ്പിച്ചിട്ട് കർത്താവിലൂടെ നിങ്ങളെ ഒന്ന് കാണാൻ തുടങ്ങുക. You are not an ordinary person. Your insignificance will become significant. Thank you, Jesus. ഒരു നിമിഷം ഹൃദയങ്ങളുടെ ദിവസത്തിലേക്ക് ആഗ്രഹമാക്കാമോ? Hallelujah. Hallelujah. എല്ലാവരും പറ്റുമെങ്കിൽ shall we all rise on our feet? ഒന്ന് എഴുന്നേറ്റ് അവർ പോകല്ലേ പ്ലീസ്. പ്രൈസ് ഗോഡ്. 2 മിനിറ്റ് മാത്രം. എനിക്ക് ഇനി 3 മിനിറ്റ് ബാക്കിയുണ്ട്. 2 മിനിറ്റ് മാത്രം ഒന്ന് കർത്താവിനെ സ്തുതിച്ചു. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കം ഓൺ, കം ഓൺ. താങ്ക് യു ലോർഡ്. സ്റ്റോപ്പ് സീയിങ് യുവർ ലൈഫ് ത്രൂ സംബഡീസ് റിപ്പോർട്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റി കുറിക്കുന്നവനാ കർത്താവ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വായകൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. എല്ലാവരും ആരും മൗനമായിരിക്കാതെ പ്ലീസ്, ഇൻക്ലൂഡിങ് ചിൽഡ്രൻ, pour out your heart before the Lord. ലോകം ഒരുപക്ഷെ നിന്നെ കാണുന്നത് വില കുറഞ്ഞവനായിട്ടായിരിക്കാം. ലോകം നിങ്ങളെ കാണുന്നത് കഴിവില്ലാത്തവനായിട്ടായിരിക്കാം. ലോകം നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് സാമർഥ്യമില്ലാത്ത വ്യക്തിയായിട്ടായിരിക്കാം. അതിൽ അയ്യോ ഭാവത്തിലിരിക്കാനല്ല. Don't remain complacent on your own self-pityness, but look unto the one who is able to change the course of your life. Your life might be like a bruised reed. Your life might be like a smoldering wick tonight. Jesus can rewrite your destiny. He can reignite your life. That which were seemingly smoldered and about to be put out, He can reignite your life. The Bible says, cast all your care upon Him, for He cares for us. Hallelujah. Oh Lord my God, when I know some wonder, consider all the works thy hands have made. I see the stars, I hear the roaring thunder. Thy power throughout the universe displayed. When Christ shall come, we shout of acclamation and take me home. What joy shall fill my heart, then I shall bow
in humble adoration, and they proclaim, my God, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Thank you, Jesus. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. പ്രശംസാഹോയേ പ്രഭു യേശുക്കേ, കീർത്തനമാൻ, കീർത്തനമാൻ. എന്നാത്മാ പാടും എൻ രക്ഷകാ ദേവാ, നീരത്തனை பெரியவர். Then sings my soul, my Savior